അനുഗ്രഹ ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനുഗ്രഹ കോൾ സെൻറ്റർ ആയതിനു ശേഷം ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷനാണ് ഓണം സെലിബ്രേഷൻ. അതായത് ആദ്യത്തെ നമ്മുടെ ഒരു സെലിബ്രേഷൻ വരുന്നത് ഓണമാണ്. അപ്പോൾ ഓണം സെലിബ്രേഷൻ നല്ല രീതിയിൽ തന്നെ നടത്തുകയുണ്ടായി. നിറപ്പകിട്ടാർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മെഴിവേകുന്ന ഈ ചിങ്ങപ്പുലരിയിൽ ചെറിയ പിണക്കങ്ങളും ഒട്ടേറെ ഇണക്കങ്ങളുമായി കടന്നുപോയ ദിനങ്ങളെ നമുക്കൊന്നിച്ച് ഓർമ്മിക്കാം. മഹാബലിയുടെ പതിനീസനത്തിന് കാതോർത്തിരിക്കുന്ന ഓരോ ഓണവും മനുഷ്യനിലെ സാത്വിക ഭാഗത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ നന്മയായി നറുമണമായി നിറവായി നിലാവായി ഓരോ ഓണവും മനസ്സുകളിൽ പ്രതീക്ഷകളുടെ പൂക്കൾ നിറയ്ക്കുന്ന ഈ വസന്തോത്സവത്തിന് മെഴിവേകാനായി അനുഗ്രഹ കോൾ സെൻറ്റർ ഒരുക്കുന്ന ഈ നിറക്കാഴ്ചയിലേക്ക് നിറമനസ്സോടെ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അങ്ങനെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങും സാഘോഷം നടക്കുകയുണ്ടായി. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ ഫാദർ നല്ലൊരു ഓണ സന്ദേശമാണ് നമുക്ക് പങ്കുവച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകളിൽ അത് ഉൾക്കൊള്ളാൻ നമ്മൾ ഓണം എങ്ങനെ നമ്മൾ പുതുതലമുറ ഓണം എങ്ങനെ വരവേൽക്കണം, ഓണത്തെ എങ്ങനെ വരവേൽക്കണം, ഓണം എങ്ങനെ നമ്മൾ ആഘോഷിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്താത്മകമായ ഒരു സന്ദേശം തന്നെയാണ് ഫാദർ പറഞ്ഞത്. അതായത് നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ ചിന്തകളെ ഉൾമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ചിന്ത എന്ന നന്മ സ്നേഹം, നന്മയിലൂടെയും സ്നേഹത്തിലൂടെയും സാഹോദര്യത്തിലൂടെയുമാണ് നമ്മുടെ ഈ ഓണം ആഘോഷിക്കേണ്ടത്, ഓരോ മനസ്സുകളിലും വരേണ്ടത്. അല്ലാതെ നമ്മൾ ആർഭാടം വഴിയോ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ല ഓണം ആഘോഷിക്കേണ്ടത്. മറിച്ച് നന്മയും സാഹോദര്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും ഐക്യത്തിലൂടെയും നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്തുകൊണ്ടും സ്നേഹം പങ്കുവെച്ചുകൊണ്ടും നമ്മൾ ഈ ഓണം ആഘോഷിക്കണം. അത് ഓണത്തെ സ്വീകരിക്കണം എന്നുള്ള സന്ദേശമാണ്, നല്ലൊരു സന്ദേശം തന്നെയാണ് നമ്മുടെ ഫാദർ നമുക്ക് നൽകിയത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ JSS ഡയറക്ടർ സതീഷ് സാറ് വേറൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പോയത് കാരണം നമുക്ക് നമ്മുടെ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചില്ല. സാറിൻ്റെ അഭാവത്തിലാണ് ഈ പ്രോഗ്രാം ഇന്ന് നടന്നത്. പിന്നെ അടുത്ത് നമുക്ക് ഓണപ്പാട്ടില്ലാത്ത എന്ത് ഓണം അല്ലേ? അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ഓണപ്പാട്ടും ഉണ്ടായിരുന്നു. ഓണപ്പാട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓണ സമ്മാനം, അതായത് ക്യാൻസർ പേഷ്യൻറ്റിനെ നമ്മൾ ധനസഹായം നൽകി നമ്മുടെ അനുഗ്രഹ കോൾ സെൻറ്ററിൻ്റെ വക ഒരു ധനസഹായം നൽകുകയുണ്ടായി. അതിനായി നമ്മുടെ ഫാദറിനെ ക്ഷണിച്ചു. ഫാദർ തന്നെയാണ് ഹാൻഡ് ഓവർ ചെയ്തത്. അതുപോലെ ഓണ സമ്മാനം നമുക്ക് അനുഗ്രഹ കോൾ സെൻറ്ററിൻ്റെ വക കൊടുക്കുകയുണ്ടായി ഒരു സഹോദരിക്ക്. അതുപോലെ തന്നെ അദാനി ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്യുന്ന കിടപ്പ് രോഗികൾക്കുള്ള ഡയപ്പർ വിതരണവും നടന്നു. ഡയപ്പർ വിതരണം നടത്തിയത് നമ്മുടെ ലൂസിയ സിസ്റ്ററാണ് കേട്ടോ. അടുത്ത് നമുക്ക് നമ്മുടെ വാർഡ് കൗൺസിലർ തന്നെ ഒരു ഓണ സന്ദേശം നൽകുകയുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ സ്ത്രീ ശാക്തീകരണം എങ്ങനെ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നല്ലൊരു കഥയിലൂടെ ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥയിലൂടെ ആണ് നമുക്കത് വിശദീകരിച്ച് തന്ന കൗൺസിലറിന് നല്ലൊരു നന്ദി പറഞ്ഞ് ഉള്ള നല്ല കഥയായിരുന്നു. ഒരു ചുറ്റുവളപ്പമൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കത്തക്ക രീതിയിൽ സ്ത്രീ ശാക്തീകരണം, അതായത് വീടുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞ് കൂടുന്ന അമ്മമാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു അമ്മയുടെയും കുഞ്ഞിനോടുള്ള സ്നേഹം എങ്ങനെ കാണിക്കുന്നു എന്നതിനെക്കുറിച്ച്, ഒരു സ്ത്രീ ശാക്തീകരണം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് നല്ലൊരു സ്റ്റോറി, നല്ലൊരു കഥയിലൂടെയാണത് പറഞ്ഞു തന്നത് കൗൺസിലർ. നല്ലൊരു കഥയായിരുന്നു.
കൂട്ടുകാരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണാനൊക്കെ. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂട്ടുകാരെ. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവും എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ കൗൺസിലറിൻ്റെ പ്രസംഗം കഴിഞ്ഞു, കൗൺസിലറിൻ്റെ നല്ലൊരു സന്ദേശം കഴിഞ്ഞു. അടുത്ത് നമുക്ക് CSRൻ്റെ തന്നെ ഒരു ഓർഗനൈസർ സാറാണ്, വിനോദ് സാറാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ സെൻറ്ററിൽ വന്നത്. അപ്പോൾ തുറമുഖത്തെക്കുറിച്ചും ഈ തുറമുഖ വൈബിനെ കുറിച്ചും നമ്മുടെ വേറൊരു കാര്യം പറയട്ടെ കൂട്ടുകാരെ. നമ്മുടെ സെൻറ്ററിൽ നിന്നാലുണ്ടല്ലോ നമ്മുടെ അന്താരാഷ്ട്ര തുറമുഖം അദാനി അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ തുറമുഖമായ വിഴിഞ്ഞം ഹാർബർ, നമ്മുടെ കപ്പലിറങ്ങുന്നതും ചരക്ക് കയറ്റുന്നതും ഒക്കെ നന്നായിട്ട് കാണാൻ സാധിക്കും. അത് നന്നായിട്ട് തന്നെ അത് ആസ്വദിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് അപ്പോൾ വന്നിട്ട് സാർ ആദ്യമായിട്ടല്ലേ നമ്മുടെ സെൻറ്ററിൽ വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ സാറിന് എന്നെ ഒരു നല്ലൊരു കൗതുകം തോന്നി. ഇത്രയും അടുത്തിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ ഇത് സാറിൻ്റെ ആദ്യത്തെ ഇവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ചും അതുവഴി വരുന്ന ജോലി സാധ്യതകളെക്കുറിച്ചുമൊക്കെ ഒന്ന് സന്ദേശം നൽകുകയുണ്ടായി, പ്രസംഗിക്കുകയുണ്ടായി. അപ്പോൾ സാറിൻ്റെ ഇത് കഴിഞ്ഞ് ഒരു തിരുവാതിര അല്ലേ. ഫസ്റ്റ് ബാച്ച് തിരുവാതിര കഴിഞ്ഞ ഉടൻ തന്നെ സെക്കൻഡ് ബാച്ച് തിരുവാതിര ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ തിരുവാതിരയും കൂടെ നിങ്ങൾ കണ്ടിട്ട് വേണം ഇത് ഈ വീഡിയോ ഫുള്ളും കാണുവാൻ. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഓണം സെലിബ്രേഷൻ, ആദ്യത്തെ സെലിബ്രേഷൻ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ എനിക്ക് ഈ വീഡിയോയെ സംബന്ധിച്ച് ഈ അപ്ലോഡ് ചെയ്ത വീഡിയോ സംബന്ധിച്ച് എനിക്കൊരു ഖേദകരമായ ഒരു അനുഭവമാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ ഞാൻ സെലിബ്രേഷൻ നടന്ന പിറ്റേന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുമായിരുന്നു. പക്ഷേ എനിക്ക് സഹായിക്കാൻ ആരുമില്ല. ഞാൻ തന്നെയാണ് തനിയെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ നൂലാമാലകളൊന്നും നിയമങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ഡാൻസ് അതാണ് ഞാൻ ഇട്ടത്. നമ്മൾ ഡാൻസ് തിരുവാതിര കളിച്ച പാട്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉടമസ്ഥർ, അതിൻ്റെ ഈ പാട്ടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ അവർക്ക് വേണ്ടെന്നായിരുന്നു. അതായത് അവർക്ക് അത് സമ്മതമല്ല. അപ്പോൾ അത് സോറി, ഞാൻ അവരോട് ആ 2 പാട്ട് ഉടമസ്ഥരോടും ഞാൻ സോറി പറയുകയാണ്. ഞാൻ അറിയാതെ ആ പാട്ട് അതിൽ ആഡ് ചെയ്തതാണ്. സോറി, ഞാനിപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അത് എനിക്കറിയത്തില്ല, ഞാൻ തനിയെ എഡിറ്റ് ചെയ്തത് കൊണ്ടാകാം. ഇതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ
സഹായിക്കാൻ താല്പര്യമുള്ള നിങ്ങൾ ഈ നിയമങ്ങളെക്കുറിച്ച് യൂട്യൂബ് എഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ ആഗ്രഹമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ദയവേത് ഒന്ന് കമൻ്റായിട്ട് തന്നെ ഉപദേശമായിട്ടോ എനിക്ക് എൻ്റെ അറിവിലേക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക. ഓക്കെ, അതനുസരിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ സോറി പറയുകയാണ്. അത് ഞാൻ കോപ്പിറൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അത് അപ്ലോഡ് ചെയ്ത് വീഡിയോ ഇറങ്ങി നിമിഷങ്ങൾക്കകം തന്നെ അത് കോപ്പിറൈറ്റ് എന്ന് ഞാൻ അറിയുകയുണ്ടായി. പക്ഷേ ഞാനിപ്പോൾ ആ മ്യൂസിക് ഞാൻ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും സഹകരിക്കുക. എനിക്ക് അറിയാതെ വന്ന ഒരു അബദ്ധമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പാട്ടുകളിടുന്നത്. നമ്മളൊരു തിരുവാതിര അല്ലെങ്കിൽ ഒരു ഡാൻസ് എടുക്കുമ്പോൾ അതിന് കണക്കാക്കി അടുത്തൊരു തിരുവാതിര സെക്കൻഡ് ബാച്ചാണ്. ഇവിടെ സെക്കൻഡ് ബാച്ച് ടീമിൻ്റെ തിരുവാതിരയാണിത്. അപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് അവർക്ക് അടുത്ത പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മുടെ അതിഥികൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് യോഗ ബാച്ചിൻ്റെ തിരുവാതിരയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, നല്ലൊരു ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബാച്ചിൻ്റെ തിരുവാതിരയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഓണസദ്യ നൽകി നമ്മൾ ഓണം വൈൻഡപ്പ് ചെയ്ത് ബൈ.